ഹലോ, നമ്മൾ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ടിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിൽ ജലാറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ അങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. നമ്മളുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടിട്ടാണ്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വെന്ത ക്യാരറ്റ് നന്നായിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് മാറ്റിയിട്ട് വേണം എന്ന് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു അരിപ്പയിൽ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് ഒരു 1.5 വരെയൊക്കെ യൂസ് ചെയ്താലും മതിയാവും. നമ്മൾ ഒരുപാട് പാൽ ചേർക്കുന്നതിനനുസരിച്ച് നമ്മളിത് കട്ടിയാകാനും താമസം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ ഒരു 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി 1/2 കപ്പ് ഒന്ന് മാറ്റി വെച്ചേക്കാണ്. ഇത് ഞാൻ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ. പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് കിട്ടും. കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വാനില എസൻസ് ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച ഒരു 1/2 കപ്പ് അളവിൽ പാലാണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ഞാൻ ചേർത്തേക്കുന്നത്. കോൺഫ്ലോർ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നന്നായിട്ട് ചൂടായ ആ ഒരു മിക്സറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വേണം ചേർക്കാനായിട്ട്. ചൂടായി കഴിയുമ്പോൾ ഇത് ചേർത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് തന്നെ കട്ടിയാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പാനിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മോൾഡിൽ നിന്ന് എന്താണ് നമ്മൾ എല്ലാ പുഡിങ്ങും നമുക്ക് മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് എടുത്ത പുഡിങ്ങാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തത് കാരണം ഇത് പെട്ടെന്ന് തന്നെ അൺമോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബ്രെഡ് പുഡിങ്ങൊക്കെ പോലെ പെട്ടെന്നൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് സ്പൂൺ കൊണ്ടിട്ട് നമുക്ക് കോരിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ സെർവ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ഒരു ജലാറ്റിൻ്റെ പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പുഡിങ്ങിൻ്റെ ടോപ്പായിട്ട് നമ്മൾ തണുത്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഐസ്ക്രീമിൻ്റെ ലെയറും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.